ഹലോ ഗൈസ്, എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും വെക്കേഷനൊക്കെ ആയിട്ട് അടിച്ചു പൊളിക്കാൻ വിചാരിക്കുന്നു. ഒരു എക്സാമൊക്കെ എഴുതിയില്ലേ? യെസ്, എൻ്റെയൊക്കെ എക്സാം കഴിഞ്ഞു കേട്ടോ. എൻ്റെ 26-ാം തീയതി കഴിഞ്ഞാണ്. നിങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. യെസ്, അപ്പം നമ്മൾ വീണ്ടും ഒരു കിളികളുടെ വീഡിയോ ആയിട്ടാണ് കഴിയുന്നത്. അതാണ് ലവ് ബേർഡ്സ് വ്ളോഗ് തന്നെയാണ്. യെസ്, അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ വീണ്ടും ലവ് ബേർഡ്സിനെ കാണിക്കാൻ പോവുകയാണ്. യെസ്, അപ്പോൾ കുറച്ച് കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് ലവ് ബേർഡ്സിൽ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാട്ടാ, ഇതൊക്കെയാണ് ഞങ്ങളുടെ. ഇതിനെന്തിനാ ഈ കൂടുതലിട്ട് എന്ന് വെച്ചാൽ മറ്റേ വേണ്ട, അതിനെന്ത് ഇത് ഞാനിട്ടാണ്. യെസ്, വെറുതെ കളിച്ചാൽ. യെസ്, ഇതിനെന്തുകൊണ്ട് ഈ കൂട്ടിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഈ കളി ഉണ്ടാ, അതിൻ്റെ ആ കൂട്ടിൻ്റെ ഉള്ളിലുള്ള കിളി കാണിച്ചു തരാം. ആ മഞ്ഞക്കിളിയല്ലേ, ഇത് റീനു എന്നാണ് പേര്. ഈ മഞ്ഞക്കിളി അതാ ആ കൂട്ടിൻ്റെ ഉള്ളിലൊരു കിളി കണ്ട എത്തിച്ചു പോകണത്. അത് പുറത്തിറങ്ങണില്ലല്ലോ. ആ മഞ്ഞക്കിളീനെ അത് രണ്ടും കൂടി തല്ലുകൂടും. അതുകൊണ്ടാണ് ഞങ്ങൾ അത് കണ്ടു കഴിഞ്ഞാൽ അതിനെ കൊത്താൻ വരും. അതുകൊണ്ടാണ് ഞങ്ങളത് ആ കൂട്ടിനുള്ളിൽ ഇട്ടിരിക്കണത്. ഉണ്ടാ, അതൊക്കെ പുതിയ കുട്ടികളാട്ടോ. ഇതാ ഇത് രണ്ടെണ്ണം, ഈ വെള്ളയും ഈ ഇതാ അവിടെ ഇരിക്കുന്ന ഒരു പച്ച ഉണ്ടാ, അത് രണ്ടെണ്ണം പുതിയ വന്നതാണ് കേട്ടോ. ഇതാ അതിൻ്റെ മുകളിലിരിക്കണണ്ട, അതൊക്കെ ഉണ്ട്. എന്താ ഒക്കെയാണ് ഇതിൽ. ഇതാ അത് കണ്ട ആ കിളിയും പിന്നെതാ ആ കിളിയും പിന്നെ അവിടെ ഒരു മഞ്ഞക്കിളി ഇരിക്കുന്നുണ്ട്. ഈ കിളിയും ആ മഞ്ഞക്കിളി കണ്ട, ആ മഞ്ഞക്കിളിയും മറ്റേ കൂട്ടത്തിലാണ്. അത് വലുതായപ്പോൾ ഞങ്ങൾ അതിൽ പിടിച്ചിട്ടാണ്. 4 കുട്ടികളാണ് അതിൽ വരുന്നുണ്ടായിരുന്നത്. ഈ 2 ഞങ്ങൾ ഇതിലേക്ക് ഇട്ടു. അതിൽ 2 ഉണ്ട്. ആ 2 വലുതായതിന് ശേഷമാണ് ഞങ്ങൾ ഇതിലേക്ക് വീണ്ടും അതിനെടുത്തു. എന്താ, ഇതാണ് ഞങ്ങളുടെ കിളികൾ. പിന്നെ ഈ കൂട് വാങ്ങിച്ച കൂട് ഞാൻ യൂട്യൂബിലിട്ടുണ്ട്. ഇതാ ഇത് റീനു. എന്താ അതിൻ്റെ പേര് എനിക്ക് മറന്നുപോയി. ഇത് റീനു ആണ്. ഇത് ജിബ്രൂട്ടനാണ്. എന്താ ആദ്യം. പിന്നെ മറ്റേ പേര് ഞാൻ തരാം. അത് പോണത് അമ്മണിയാണ്. അത് ആ കൂട്ടിൻ്റെ ഇരിക്കുന്നത് അമ്മണി. അതിൻ്റെ മുകളിലിരിക്കുന്നത്, ആ കൂട്ടിൻ്റെ മുകളിലിരിക്കുന്ന മഞ്ഞ തക്കുടു. എന്താ അവിടെ കിടക്കണ വെള്ള കണ്ട വെള്ളക്കിളികൾ. ആ വെള്ളേൻ്റെ പേര് എന്തായിരുന്നു മറന്നുപോയല്ലോ. ആ വൈറ്റ്ലി. പിന്നെ ആ പച്ചേൻ്റെ പേര് മറ്റേ പച്ചേൻ്റെ പേര് എന്തായിരുന്നു? ആ സ്പാരോ. പച്ചേൻ്റെ പേര് സ്പാരോ എന്നാണ്. ാണ് ഈ കിളി. കൂടിട്ട വീഡിയോ ഞാൻ യൂട്യൂബിലിട്ടുണ്ട്. കാണാത്തവരാണ് പോയി കണ്ടോ. ഇത് റീനു. ഇതിൻ്റെ പേര് എനിക്കറിയില്ല. നിങ്ങൾ കമൻറ്റ് ഇടണേ ഇതിൻ്റെ ഒരു നല്ല പേര്. പിന്നെ ഉണ്ടോ അവിടെ ഒരു പച്ചക്കിളി. ആ പച്ചക്കിളീൻ്റെ പേരാണ് ടിമ്പു. ഇതിന് ടിമ്പു എന്നാണ് കിട്ടിയത്. പിന്നെ അവിടെ കാണുന്ന ഒരു മഞ്ഞക്കിളി ഉണ്ടോ. ആ മഞ്ഞക്കിളി മഞ്ഞക്കിളീൻ്റെ പേര് എന്താ, ഇതൊരു പേരുണ്ടായിരുന്നു, ഞാൻ മറന്നു. യെസ്, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല അതിൻ്റെ പേര്. അതിൻ്റെ മുകളിലിരിക്കണ പേര് ലില്ലി എന്നാണ്. അതിൻ്റെ മുകളിലിരിക്കണ കിളീൻ്റെ പേര് ലില്ലി എന്നാണ്. ഇതാ ഉണ്ട്, അതിലൊരു എത്തിച്ചു നോക്കണ ഒരു പോട്ടം കണ്ട, അവനാണ് പുതിയതായി വരുന്ന കുട്ടി. അവർ 3 പേരുണ്ട് കേട്ടോ ആ കൂട്ടിൻ്റെ ഉള്ളിൽ. ഇതാ പിന്നെ ഇതാ കാണുന്ന മഞ്ഞയും ഇതിൽ കാണുന്ന 3 പേരുണ്ട്. ആ 3 പേര് 4 പേരുണ്ട് എല്ലാം കൂടിയിട്ട്. ആ 4 പേർക്ക് പറ്റിയൊരു പേര് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്കിഷ്ടപ്പെട്ട പേര് ഞാൻ ആ കിളികൾക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉണ്ടോ ഒരും പേടിച്ചുണ്ട് അവിടെ. ഇതെല്ലാം അത് ലില്ലി. ഇതിൻ്റെ പേര് കിട്ടി. യെസ്, എൻ്റെ പേര് ചിൻഡു എന്നാണ്. യെസ്, ചിൻഡു. എൻ്റെ പേര് ചിൻഡു എന്നാണ്. പിന്നെ പറഞ്ഞുണ്ടല്ലോ
കണ്ടാ അവനാ കണ്ടാ അതിൻ്റെ പേര് എന്തായിരുന്നു പെട്ടെന്ന് മറക്കാണ് കേസ് എല്ലാവരുടെ പേരൊന്നും അത്രയ്ക്ക് ഓർമ്മ കിട്ടുന്നില്ല ആ കാണുന്ന കിളി മറ്റേ കൂട്ടത്തേടാ പിന്നെ ഇതിൻ്റെ ഉള്ളിലുണ്ട് ഇതാണ് ടിംബു അതിന് പറ്റിയൊക്കെ പേര് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ അത് ആ 4 കൂടിയുള്ള പേര് നിങ്ങൾ കമൻറ്റ് ചെയ്യണം വേണ്ടത് അല്ല കിളി അത് ആണാട്ടോ അത് ആ കിളി ആണാണേ അതിന് ബാക്കിയുള്ള 3 പെണ്ണാണെന്നാണ് തോന്നുന്നത് ഇതാണ് വിളിക്കുന്നു വേണ്ട ഇതൊക്കെയാണ് കൂടി ഇതാണാണ് പിന്നെ മൂക്കിലുള്ളത് നീല കാണിച്ചാൽ അതാണ് എന്താണ് മൂക്കിൽ കളർ വെള്ളയാണെങ്കിൽ അത് പെണ്ണാണ് കേട്ടോ ഇവർക്ക് ഞങ്ങൾ കൂട് വാങ്ങിച്ചിട്ടുണ്ട് ഇവരെല്ലാവരും ഞങ്ങൾക്കിപ്പോൾ ഇതൊക്കെ കുട്ടികളാട്ടോ ഇതിനുള്ളിൽ ഇരിക്കുന്ന കൂടുതലും കുട്ടികളാണ് കണ്ടോ ഒക്കെ ഇപ്പോൾ പുതിയതായി വന്നതാണ് കിളികളൊക്കെ ബാക്കി പറഞ്ഞാൽ മുമ്പേ ഉള്ളതാണ് 2 വർഷം മുമ്പേ ഉള്ളതാണ് തോന്നുന്നു ഇതൊക്കെ 2024 മറ്റേ വാങ്ങിച്ച കിളികളാണ് ആകെ 2 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ആ കിളികളാണ് ഇപ്പോൾ ഇത് എത്ര എണ്ണായിരുന്നത് പിന്നെ ഇവർക്ക് കൊടുക്കുന്ന ചെടികൾ ഒരെണ്ണം ഈ ചെടിയാണ് ഗീസ് ഇതിങ്ങനെ പറിച്ച് ഇതൊരു പുല്ല് ഇത് മിക്ക വീട്ടിലും ഉണ്ട് ഈ ലവ് ബേർഡ്സൊക്കെ ഉള്ള വീട്ടിലൊക്കെ ആണ് കൂടുതൽ ഈ കിളികളെ കാണാറ് അല്ല കൂടുതൽ ഈ പുല്ല് കാണാറ് ഇതൊക്കെയാണ് കൊടുക്കുക ഇതൊക്കെ നല്ല ഇഷ്ടമാട്ടോ എനിക്ക് ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കണ കൊണ്ടാണ് തോന്നുന്നു ഇതൊക്കെ കണ്ട ഉടനെ ഓടി വന്ന് തിന്നതാണ് ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഇതാക്കുന്നത് ഉണ്ടാ ഇത് അനാറാട്ടോ ഇത് അനാറ് ഇത് പ്ലാവ് ഇതാ കണ്ട ഇതൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേസ് പിന്നെ കൊടുക്കാറുള്ളത് തുളസി ഇലയാണ് അത് ചിലർക്കൊക്കെ അറിയാം തുളസി ഇല കൊടുക്കും പിന്നെ എന്തോ കഞ്ഞിക്കുറുക്കൻ്റെ ഇല കൊടുക്കും അങ്ങനെയാണ് ഞാൻ പറയാറ് കഞ്ഞിക്കുറുക്കൻ്റെ ഇല ഒക്കെ ഞങ്ങളിവിടെയൊക്കെ കഞ്ഞിക്കുറുക്ക ഇല എന്നാണ് പറയാറ് അങ്ങനെ ആ 2 ഇലകൾ കൊടുക്കുന്നത് ഇത് ആ തെന കണ്ട തെന മണ്ണിൽ വീണിട്ട് ആവണതാണ് ഉണ്ടാ ഇതൊക്കെ ഒരു ഇഷ്ടത്തോടെ തിന്നാം വീഡിയോ എടുക്കണ കൊണ്ടാണ് ഉണ്ടാ അതൊക്കെ വരുന്നുണ്ടാ ഞാൻ വീഡിയോ എടുക്കണ കൊണ്ടാണ് പേടിച്ചിരിക്കുന്നത് കേട്ടോ നല്ല ഇഷ്ടമാണ് ആ തെനയാണ് തെന ഞങ്ങൾ അതിൻ്റെ തോലുണ്ടല്ലോ അത് ഊതുമ്പോൾ പിന്നെ മണ്ണിൽ വീഴും അപ്പോൾ അത് ഒരു 2 ദിവസമൊക്കെ കഴിയുമ്പോൾ റെഡിയായി വരുന്നതാണ് ഇതാ കണ്ടാ ഓ ഗൈസ് കഴുകനല്ലത് ഓ മോനെ കഴുകൻ കണക്കട്ടാ കിളികളെ തിന്നാൻ വന്നാണ് തോന്നുന്നു കേട്ടോ എവിടെ നിന്നൊന്നും അറിയില്ല ഞാൻ ഇപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ ഒന്ന് ഇപ്പോൾ ഇത് എൻ്റെ മുന്നിൽ കൂടെ ഇപ്പോൾ ഇങ്ങനെ പോയി കിളികളെ തിന്നാൻ നല്ല വട്ടം ചോദിച്ചിട്ടുണ്ട് അല്ല പാമ്പിടണമെന്ന് മറ്ററിയില്ല ഇങ്ങനെ പരുന്തൊക്കെ വട്ടം ചുറ്റുമ്പോൾ എന്താണ് വട്ടം ചുറ്റുന്ന സ്ഥലത്ത് പാമ്പുണ്ടെന്നൊക്കെയാണ് ചിലവരൊക്കെ പറയണത് കേട്ടിട്ടുണ്ട് ഞാൻ അങ്ങനെയാണ് സത്യം എന്ന് എനിക്കറിയില്ല പക്ഷെ പരുന്നിങ്ങനെ വട്ടം ചുറ്റുമ്പോൾ എന്താണ് ആരൊക്കെ ചിലവരൊക്കെ പറയുന്നുണ്ട് എൻ്റെ സ്കൂളിലുള്ളവരൊക്കെ പറയാറുണ്ട് എന്താണ് അവിടെ പാമ്പുണ്ടാവുമെന്ന് എനിക്ക് അത്ര വിശ്വാസമൊന്നും വന്നിട്ടില്ല കേട്ടോ യേസ് ഇവിടെ വല്ല പാമ്പുണ്ടെന്ന് അറിയില്ല നോക്കട്ടെ ഇവിടെ വല്ല പാമ്പുണ്ടെങ്കിൽ പിന്നെ പെട്ടു ഞാൻ കിളികളാണേ കിളികളെ ചത്തി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ വല്ല പാമ്പുകളൊക്കെ ഉണ്ടാവും ഇവിടെ നിന്ന് ഞങ്ങൾക്ക് കുറേ പാമ്പുകളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ കുറേ എണ്ണം ചത്തിട്ടൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ കുഴിച്ചിട്ടുണ്ട് ഇവിടെ എത്ര പാമ്പാണ് വരാറ് പക്ഷെ കിളികൾക്കൊന്നും പറ്റിയിട്ടില്ല കേട്ടോ യേസ് ഡാ പരുന്നാണ് കണ്ടോ വട്ടം ചുറ്റുണ്ട് എന്താ സംഭവം എന്ന് എനിക്കറിയില്ല അന്ന് ഇവിടെ ഒരു കാക്കയും പിന്നെ പരന്നും കൂടി അടി കൂടിയിട്ട് ഇപ്പോൾ ആ കാക്ക അവിടേക്ക് വീണു അപ്പോൾ എവിടെ അവിടെ ചത്ത് കിടക്കുന്നുണ്ട് കാക്ക വല്ല ചോർക്കാൻ വേണ്ടി പോയതാണ് പിന്നെ അത് തന്നെ ഉണ്ടോ അതിങ്ങനെ ഊതിയിട്ട് ഞാൻ പറഞ്ഞില്ലേ അതിങ്ങനെ വീട്ടിൽ 2 ദിവസം കഴിയുമ്പോൾ അത് ഇങ്ങനത്തെ പുല്ലൊക്കെ ആയി വരും പിന്നെ ഗേസ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ലിയോനെ കാണാത്തിരുന്നില്ലേ ലിയോ മരിച്ചു കേട്ടോ ഗേസ് ഒരു മൊബൈലൊന്നും തലയിരിഞ്ഞു പോയി ഗേസ് അത് ക്ഷമിക്കണം എന്താ അത് ഞങ്ങൾ ബോൾ വാങ്ങിച്ച വീഡിയോ ഞങ്ങൾ യൂട്യൂബിൽ ഇട്ടുണ്ട് കേട്ടോ നിങ്ങൾ കാണാത്തവരാണെന്ന് വെച്ചാൽ വേഗം പോയി കാണാം ഈ വീഡിയോ കഴിഞ്ഞിട്ട് പോയി കണ്ടാൽ മതി
ഇതൊന്നും ആദ്യം അടിക്കണം. ഈ ഗേറ്റ് അതൊക്കെ നേരത്തെ തന്നെ അടിക്കണം, അല്ലെങ്കിൽ ബോൾ പുറത്തു പോയിട്ട് അടച്ചില്ലെങ്കിൽ ബോൾ പുറത്തു പോയിട്ട് വല്ല ആക്സിഡൻറ്റ് എന്തെങ്കിലും ഉണ്ടാവും. ഈ ബോൾ വാങ്ങിച്ച വീഡിയോ ഞങ്ങൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ഇത് കാണാത്തവരാച്ചാൽ പോയി കണ്ടേക്കണേ. ഇത് ഞങ്ങളിത് അവിടെ കളിക്കാൻ മുകളിലില്ലേ, അവിടെ കാടുണ്ട്. അവിടെ ഇപ്പോൾ മരമൊക്കെ വെട്ടിയിട്ട് ഇപ്പോൾ ഒരു ഗ്രൗണ്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ കളിക്കാൻ വേണ്ടി ഞങ്ങൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇതിനൊക്കെ പ്രൈസ് വരുന്നത് ഒരു 600 രൂപയൊക്കെ വരുന്നുണ്ടോ. 600 രൂപയാണ് പ്രൈസ് വരുന്നത്. പിന്നെ ഇത് ഈ താറിൻ്റെ വീഡിയോ ഞാൻ ഇട്ടുണ്ടല്ലോ. താറിൻ്റെ വീഡിയോ ഞാൻ കുറച്ച് മുമ്പ് ഇട്ടുണ്ടാണ്. പിന്നെ കേസ് താറിൻ്റെ മുന്നിൽ ഹെൽമെറ്റൊക്കെ കൊണ്ട് വെച്ചിരിക്കുന്നത് ഏതാണാവോ. താറിൻ്റെ മുന്നിൽ ഹെൽമെറ്റ് കൊണ്ട് വെച്ചിരിക്കുന്നു. സമയം ഇപ്പോൾ എത്ര? സമയം ഇപ്പോൾ എത്ര ആയിട്ടുള്ളൂ? അരയ്ക്കാണ് അർഷട്ടി വരിക. അരയാകുമ്പോൾ അർഷട്ടി നമുക്ക് വിളിക്കാൻ പോകണം. ഇപ്പോൾ സമയം ആയിട്ടില്ല. അർഷട്ടി വരുന്നുള്ളൂ. അവൻ്റെ മദ്രസ 9 മണിക്ക്, എൻ്റെ മദ്രസ ഇതാണ്. ഇപ്പോൾ അർഷട്ടി വരുന്ന വരെ നമുക്കൊരു 10 പുഷപ്പ് അങ്ങോട്ട് എടുക്കാം. 1 2 3 4 5 6 7 8 9 10. അമ്മ പവറാണ് ഗീസ്. ഗീസ് നല്ല പാടൊക്കെ ഉണ്ട്. പറ്റില്ല ഗീസ്, 20 കിട്ടൂല. നല്ല പാട് വിടും. അർഷട്ടി വരുന്നവരെ നമുക്കൊന്ന് ഇതിങ്ങനെ തട്ടി കളിക്കാം കുറച്ച് നേരം. യെസ്, നിങ്ങൾക്ക് ഞാൻ ചലഞ്ച് അല്ലേ. അത് എത്ര പ്രാവശ്യം എഴുതുന്നത് ഇങ്ങനെ തട്ടിയിട്ടുണ്ടാവും? നിങ്ങളൊന്ന് ഗസ് ചെയ്തേ, അത് എത്ര പ്രാവശ്യം ഇങ്ങനെ തട്ടിയിട്ടുണ്ടാവും? യെസ്, നിങ്ങൾക്കിങ്ങനെ കറക്കാൻ അറിയുമോ? എനിക്ക് കറക്കാൻ അത്രയ്ക്ക് അറിയുന്നില്ല. ചെറുതായിട്ടൊക്കെ എനിക്ക് ചില സമയത്തൊക്കെ കിട്ടും, പക്ഷെ അധികമൊന്നും ഉണ്ടാവില്ല. ഉണ്ട് യെസ്. ഇതൊന്നും നിങ്ങൾ അധികം കൂട്ടൊന്നും വേണ്ട. ഇങ്ങനൊക്കെ ഞാൻ ചില സമയത്തൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. യെസ്, നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കില്ല. നിങ്ങൾക്കിങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണം കേട്ടോ. പിന്നെ ഞാൻ എത്ര പ്രാവശ്യം ഇതാക്കിയെന്നും കൂടി കറക്റ്റ് പറയണേ. ഇതൊന്നും കൂട്ടണ്ട കേട്ടോ. ഇപ്പം ഞാൻ ചെയ്തത് നേരത്തെ കൂട്ടിയാൽ മതി, ഇതൊന്നും കൂട്ടേണ്ട ആവശ്യമില്ല. പിന്നെ അർഷട്ടി വരുന്നവരെ നമുക്ക് ഇങ്ങനെ തട്ടി കളിക്കാമെന്നൊന്നും വിചാരിക്കണ്ട. എനിക്കത് ഭ്രാന്തല്ല അർഷട്ടി വരുന്നവരെ ഇങ്ങനെ തട്ടി. പിന്നെ കേസ് അർഷട്ടി വരാൻ ഇനിയും സമയമുണ്ട്. പുറത്തിറങ്ങി നല്ല വെയിലാണ് കേട്ടോ കേസ്. വേറെ ഒലിക്കും. എന്തൊരു വെയിലാന്ന് പറഞ്ഞാണല്ലോ. പിന്നെ വേറൊരു സീന് പറഞ്ഞു കഴിഞ്ഞാൽ കാലൊക്കെ നല്ല പൊള്ളൽ പോലും. വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളത്തിനൊക്കെ നല്ല ചൂടായി കേസ്. പിന്നെ കുറച്ച് നേരം ഇങ്ങനെ തുറന്നിട്ട് കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ തുറന്നിട്ട് മെല്ലെ തണുപ്പായി വരും. അതാണ് സുഖം. മുഖത്തെ ഒന്നും കഴിയണില്ല ആ തണുത്ത വെള്ളത്തിൽ. നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ യേസ്? എനിക്ക് നല്ലൊരു സുഖം. ക്യാമറക്കൊക്കെ വെള്ളം തരുന്നു. എന്താ ഇപ്പോൾ ഒരു സുഖം യേസ്. ഇനി കുറച്ച് നേരം പോയി കിടന്നുറങ്ങാട്ടാ. നമുക്ക് ബൈ യെസ്. ഓക്കെ, എല്ലാം കഴിഞ്ഞ് അങ്ങനെ അവസാനം ആർഷുവിനെ വിളിക്കാൻ പോകണം ഗേസ്. ഞാൻ പോകുമ്പോൾ ഗേസ് 8:30 കഴിഞ്ഞു. അല്ല 8:30 10:30 കഴിഞ്ഞു ഗേസ്. നമുക്കിനി അർഷുട്ടീനെയും കൂടി വിളിക്കാൻ പോകണം. ആകുമ്പോൾ ഇവിടെ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടാവും തോന്നുന്നു. ഈ സാധനം ഇവിടെ വരെ എത്തി. ഓ മൈ ഗോഡ്, 10:30 കഴിഞ്ഞിട്ട് ഒരു 10:35 ആയിട്ടുണ്ടാവും. അപ്പത്തിന് അവന് വിളിക്കുമ്പോൾ എത്തിയോ? എന്താ ഒരു ഞാനോ നിക്കടാ ഇനി റോഡ് വെക്കണം. അതൊരു മറ്റേ അർഷുദായോട് എത്തിയിരിക്കുന്നു. എന്ത് ചെയ്യാനാ ചെയ്തതിനെ പറ്റി
വീട് കണ്ട അപ്പൊ ഒറ്റ ഓട്ടം ഇത്ര ഉള്ളൂ. എന്ത് ഓട്ടാടാ ഇന്ന് ഈ കാര്യമുണ്ട്. വീട്ടിൽ പോയി ആദ്യം അവൻ പറഞ്ഞു അവൻ അസ്സലാമു അലൈക്കും പറഞ്ഞിട്ട് തൊപ്പി ഊരിട്ട് എന്താ നിൽക്കണ. ഇനി നേരെ പോയിട്ട് മദ്രസയിൽ നടന്ന കാര്യങ്ങൾ ഉമ്മാനത്ത് പോയി പറയും. അതാണ് അവൻ്റെ അടുത്ത ടാസ്ക്. എന്തോ ചെയ്യാനാ. ഈ സ്കൂളിൽ ബൈ ബൈ.